വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം ആരംഭിച്ചു. യാത്രക്കാർക്കും ബസ്സുകൾക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യുന്നതിനായി ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്താണ് നവീകരണം. ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് നവീകരണ പ്രവൃത്തികൾ. മലിനജലം ഉൾപ്പെടെ പോകുന്നതിനായി ബസ് സ്റ്റാൻഡിന്റെ ഇരുവശത്തും മലിനജല ചാലും നിർമ്മിക്കുന്നുണ്ട്. നഗരസഭയുടെ 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. ഒരു മാസത്തോളം നവീകരണ പ്രവൃത്തികൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ബസ് സ്റ്റാൻഡിനകത്തെ കുഴികൾ വർദ്ധിക്കുന്നതായി ബസ്സുകാരുൾപ്പെടെ കഴിഞ്ഞ മാസങ്ങളിൽ പരാതി നൽകിയിരുന്നു. ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പ്രോജക്റ്റായിട്ടുള്ള 20 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നത്. നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ എല്ലാം പുതിയ ഇതായി കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ 2 ഭാഗങ്ങളിലുള്ള ഡ്രൈനേജ് ശരിയാക്കുക തുടങ്ങിയ പ്രവൃത്തിയാണ് നടക്കാനുള്ളത്. ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് തന്നെ അത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൻ്റെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയായിട്ടാണ് നഗരസഭ ഇതിനെ കാണുന്നത്. കുറേ കാലങ്ങളായിട്ടുള്ള ഷൊർണൂർകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ. അത് ഈ വർഷം എല്ലാം പൂർത്തിയാക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാരും സ്വകാര്യ ബസ്സുകളുമാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. മഴക്കാലത്ത് ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നം പരിഹരിക്കുന്നതിനായി മലിനജല ശുദ്ധീകരണ പ്ലാന്റും ബസ് സ്റ്റാൻഡിനകത്ത് തയ്യാറാക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.